ഷിഷോൺ ജോർജ്, ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ താങ്കൾ പറഞ്ഞു, താങ്കളുടെ വീട്ടിൽ പുൽക്കൂടുണ്ട്, നല്ലത്. ബിജെപിയുടെ ഓഫീസിൽ പുൽക്കൂടുണ്ട്, വളരെ നല്ലത്. മറുപടി പറഞ്ഞോട്ടെ, അതിനുശേഷം അങ്ങയുടെ ചോദ്യം വരാം. ഏതിനാണ്? വഖഫിനാണോ? നമ്മുടെ വിഷയം അതല്ല. ഇന്നിപ്പോ ബിജെപിക്ക് ആ വിഷയം ചർച്ച ചെയ്യാനായിരിക്കും താല്പര്യമെന്ന് എനിക്കറിയാം. അല്ല അതെ ഇപ്പൊ കാസയിൽ നിന്നും തുടങ്ങാം. അല്ല, ബാക്കി ആരും സംസാരിക്കുമ്പോൾ അങ്ങ് ഇടപെടുന്നില്ലല്ലോ. ഞാൻ സംസാരിക്കുമെന്ന് തീർത്തോട്ടെ, പറയൂ, എന്നൊന്ന് അനുവദിക്കൂ. കോൺട്രാഡിക്ഷൻ ഉള്ളപ്പോഴാണ് ഇടപെടേണ്ടി വരിക. കാസായെ തീവ്രവാദ സംഘടന എന്ന് വിളിച്ചു. അല്ല അവര് പറയുന്നതിനൊക്കെ കോൺട്രാഡിക്ഷൻ എനിക്കുണ്ടായിരുന്നു, അപ്പൊ ആരും ഇടപെട്ട് കണ്ടില്ല. ഒന്ന് പറയാം. കാസയെ തീവ്രവാദ സംഘടന എന്ന് വിളിക്കുന്നത് എനിക്ക് അടുത്തറിയാവുന്ന സംഘടന തന്നെയാണ്. കാസയുടെ ഏതു പ്രവർത്തകർക്കെതിരെയാണ് ഒരു ക്രിമിനൽ കേസെങ്കിലും കേരള സംസ്ഥാനം നിലവിലുള്ളത്? നിങ്ങൾ SDPയും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെയുള്ള സംഘടനകളെയും പോറ്റുന്ന കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളിവിടെ ഹിസ്ബുള്ളയുടെ നേതാവ് അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിന് മയ്യത്ത് നിസ്കാരം കേരളത്തിൽ നടന്നു. നിങ്ങളൊന്ന് എവിടെ പോയിരുന്നു? നിങ്ങളൊന്നും ഒരു അക്ഷരം വിടുന്ന കണ്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ VD സതീശൻ ഇദ്ദേഹം പറഞ്ഞു 3-ാം തീയതി ഇവിടെ വന്ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ആ ഒക്ടോബർ 14-ാം തീയതി കേരള നിയമസഭയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചവരാണ് നിങ്ങൾ. ഇടത് വലത് മുന്നണികൾ ഒരുമിച്ചായി കേരളത്തിൽ ഇന്ത്യ മുന്നണി ആ പ്രമേയം പാസ്സാക്കി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഇവിടെ നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധി നാഴികയ്ക്ക് 40 വട്ടം നിങ്ങൾ പാലസ്തീൻ ഐക്യദാർഢ്യം നടത്തുന്നുണ്ട്. എന്തേ ഈ തൊട്ടടുത്തൊരു ബംഗ്ലാദേശ് നടക്കുന്നുണ്ടല്ലോ, ആ ബംഗ്ലാദേശിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും മിണ്ടാനില്ലേ? അവിടെ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? അത് പാലസ്തീനാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നത് എവിടെയാണെങ്കിലും അവിടെ പ്രതികരിക്കാനുള്ള സാമാന്യ മര്യാദ ഉണ്ടാകും. പിന്നെ കേരളത്തിലെ മതേതരത്വം, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ ഇതിന് നിങ്ങൾ കാണിക്കുന്ന ഈ മതേതരത്വത്തിന് ഞാൻ ഇട്ടേക്കുന്ന പേര് മതേതരത്വം എന്നാണ്. പിന്നെ വഖഫ് ബോർഡിനെ കുറിച്ച് അത് പറയാതെ പോകാതിരിക്കുന്നു. ഞാൻ വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് പഠിച്ചില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ അങ്ങയുടെ വലിയ അറിവിനെ ഞാൻ മാനിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, വഖഫ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും മുഖ്യ പ്രൊവിഷൻ ഒന്ന് സെക്ഷൻ 40 ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1975 സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് അത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ വസ്തു 87 പർച്ചേസ് ചെയ്ത വസ്തു. ചോദ്യത്തിന് വേണ്ടി മാത്രം നിങ്ങള് JPC അല്ല പറയട്ടെ, അല്ല ഞാൻ അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. എഫക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് JPCക്ക് ശേഷം JPC പരിഗണനയ്ക്ക് ശേഷം ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ മുനമ്പം ജനതയെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണം അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ഒറ്റ കാര്യം കൂടെ പറയാം. ഇനി റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. ഒന്ന് പറഞ്ഞോട്ടെ സാർ, ഞാനൊന്ന് പറയട്ടെ സാർ. ഒന്ന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. പക്ഷേ വഖഫിന്റെ മുഴുവൻ ഭൂമികളും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിന്റെ പരിഹാരമാണെന്ന് പറഞ്ഞപ്പോ ആ പരിഹാരത്തിന്റെ നിർദ്ദേശം അതിനകത്ത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് മുനമ്പം വിഷയത്തിന്റെ പരിഹാരം റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സിവിൽ പറയട്ടെ, ജില്ലാ കളക്ടർക്ക് അവകാശം കൊടുത്തുകൊണ്ട് മുഴുവൻ വസ്തുക്കളുടെയും സിവിൽ ഡോക്യുമെന്റ്സ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ റീ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ റീ രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ട് വന്നാൽ മാത്രം മുനമ്പം ജനത രക്ഷപ്പെടും. അത് മാത്രം മതി. പിന്നെ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു, പാലക്കാട് ഇലക്ഷന് ശേഷം പാർട്ടിയുടെ ദേശീയ നേതാക്കൾ 5 പേര്. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറയുന്ന മുഴുവൻ എനിക്ക് വിവരക്കേടെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിന് ഉത്തരം പറയുമ്പോ അത് പറയണ്ടേ. നിങ്ങൾ അവതരിപ്പിച്ച ബില്ലിൽ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇടയ്ക്ക് കയറി പറയേണ്ട പല സമയത്ത് ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ ഇടയ്ക്ക് കയറി പറയേണ്ട സമയത്ത് പാലക്കാട് ഇലക്ഷന് മുമ്പ് അല്ല പാലക്കാട് ഇലക്ഷന് മുമ്പ് BJP അവിടെ ആക്റ്റീവ് ആയിരുന്നു. പാലക്കാട് ഇലക്ഷന് ശേഷം ആക്റ്റീവ് അല്ല. പാലക്കാട് ഇലക്ഷന് ശേഷം അതിന് തൊട്ടു മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് വരാപ്പുഴ അരമനെ വന്ന് പറഞ്ഞതാണോ അതിനുശേഷം KM ഷാജിയും ET മുഹമ്മദ് ബഷീറും പറഞ്ഞത്? നിങ്ങൾ അതിനുശേഷം VD സതീശൻ, നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ്, നാളെ അവിടെ പോയി കൂട്ടിരിക്കാൻ പോകുന്ന നേതാവ് എന്താ ലീഗിനുമായിട്ട് തർക്കത്തിനില്ലാന്ന്. അപ്പം വഖഫിനെ വഖഫ് ഭൂമിയായി അത് മുനമ്പത്തെ വഖഫ് ഭൂമിയായി ആണ് എന്ന് പറഞ്ഞ ലീഗിനെ അത് ഞാൻ അവരോട് തർക്കത്തിനില്ല എന്ന് പറഞ്ഞപ്പോൾ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് VD സതീശൻ അംഗീകരിച്ചു. എന്നിട്ട് നാഴിക്ക് 40 വട്ടം അവിടെ ചെന്ന് അവര് മര്യാദക്കാരായതുകൊണ്ട് തല്ല് തന്നെ ഇറക്കി വിടുന്നില്ല എന്ന് മാത്രം വിചാരിച്ചാണ്. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ചോദ്യം ചോദിക്കാം. ഷിഷോൺ, ഇവിടെ ഇപ്പോൾ ഹിസ്ബുള്ള മുതൽ മുനമ്പം വരെ ലോകത്തെ വിവിധ കാര്യങ്ങളെ കുറിച്ച്, സൂര്യന് താഴെയുള്ള വിവിധ കാര്യങ്ങളെ കുറിച്ച് അങ്ങ് അഭിപ്രായം പറഞ്ഞു. പുൽക്കൂടിനെ കുറിച്ച് കൂടി
പറയണം. ഇവിടെ ഇപ്പൊ നോക്കൂ, ആരോപണ വിധേയമായിരിക്കുന്ന സംഘടന വിശ്വ ഹിന്ദു പരിഷത്താണ്. ആ സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നലെ ഈ ചർച്ചയിൽ വന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളിൽ മതം കുത്തിവെക്കുന്നത് കൊണ്ടാണ്, അത് മതപരിവർത്തനത്തിന്റെ തുടക്കമായതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടത് എന്ന് ആ സംഘടന സംസ്ഥാന തലത്തിൽ ഓൺ ചെയ്ത് കഴിഞ്ഞു. അവർ തള്ളിക്കളഞ്ഞിട്ടില്ല ആ ആക്രമണത്തെ. ആ സംഘടനയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് റിമാൻഡിലുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ സംഘടന VHP എന്ന് പറയുന്നത് BJP പോലെ, BMS പോലെ, ABVP പോലെ പരിവാർ കുടുംബത്തിലെ, RSS കുടുംബത്തിലെ ഒരു അംഗമാണ്. ഈ സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് കൂടി ചേർന്നാണ്. ഈ സംഘടനയുടെ ഡിക്ലറേഷനായി, ഈ സംഘടന 1964-65 കാലത്ത് രൂപീകരിക്കുമ്പോൾ അതിന്റെ ഡിക്ലറേഷനായി SA ആപ്തെ പറഞ്ഞ അവസാനത്തെ വാചകം ക്രിസ്ത്യൻ, ഇസ്ലാം, കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാൻ തുടങ്ങിയ സംഘടനയാണിത് എന്നാണ്. അപ്പോൾ ക്രിസ്ത്യൻ തിന്മയിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ തുടങ്ങിയ ഒരു സംഘടന അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് പാലക്കാട് ചെയ്തത് എന്നാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ തന്നെയാണ് അതിന്റെ സംസ്ഥാന കമ്മിറ്റി, അതിന്റെ സംസ്ഥാന നേതൃത്വം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. ആ വിഷയത്തിൽ എന്താണ് BJP നേതാവ് എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം? അതറിഞ്ഞാൽ കൊള്ളാം. ബാക്കി എല്ലാ കാര്യങ്ങളും താങ്കൾ പറഞ്ഞല്ലോ. ഇന്ന് അവരുടെ പ്രസ്താവന, ഇന്ന് ഔദ്യോഗികമായിട്ട് ആ സംഘടന ഇറക്കിയ പ്രസ്താവന ഞാൻ വായിക്കാം. പാലക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ക്രിസ്തു കരോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദീപ് വാര്യരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് ഞാൻ വിടുന്നില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷ ഭാഗമായി ഒരു വേഷത്തിൽ പാട്ടും നൃത്തമായ കുട്ടികളെ ഘോഷയാത്രയായി സ്കൂളിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ VHP കൊല്ലങ്കോട് ജില്ലാ ഇന്ന ആളുകൾ അവിടെ എത്തി ഗവൺമെന്റ് സ്കൂളിൽ ഇത്തരത്തിൽ മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ സർക്കാർ അനുവാദം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നിന്നാണ് ആ പ്രശ്നം തുടങ്ങി. അവിടെ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചല്ല. ഈ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ സംഘപരിവാർ സംഘടനകളുടെ രാഷ്ട്രീയ മുഖമാണ് BJP. മറ്റു സംഘടനകൾ ചെയ്യുന്നതല്ല. മറ്റു സംഘടനകൾ CPM കാണിക്കുന്ന പോലെയല്ല. മറ്റു സംഘടനകൾ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമുള്ള സംഘടനയാണ് ഞങ്ങൾ. ആ ആർജവം ഞങ്ങൾ കാണിക്കുന്നു. ഈ പാർട്ടിയുടെ സമുദ്രമായ മുഴുവൻ നേതാക്കളും അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതിനപ്പുറത്തോട് ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നെ. നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് ചെയ്തത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ഇന്നലെ കട്ടപ്പനയുടെ പാവപ്പെട്ട സാബു ആത്മഹത്യ ചെയ്തു. ഈ നിമിഷം വരെയും ആ സാബുവിനെ ആത്മഹത്യയെ കാരണക്കാരൻ തെറ്റാന്ന് വടക്കുംതറ അനിൽകുമാർ BJPയുടെ മണ്ഡല സെക്രട്ടറി ആയിരുന്നു. ബജ്രംഗ് ദളിന്റെ ജില്ലാ സംയോജകൻ, BJPയുടെ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. BJPയുടെ റാങ്ക് ആൻഡ് ഫയലിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്തിൽ നിന്നുള്ള നേതാക്കൾ BJPയിൽ MP-മാരും പാർലമെന്റേറിയന്മാരും ആകാറുണ്ട്. ഇപ്പൊ നോക്കൂ, ഇവര് തന്നെ ഇപ്പോൾ ഈ VHPയുടെ ജില്ലാ സെക്രട്ടറിയായും ബജ്രംഗ് ദളിന്റെ ജില്ലാ സംയോജകരായും പ്രവർത്തിക്കുന്ന രണ്ടുപേരും, ഒരാൾ BJPയുടെ മണ്ഡല സെക്രട്ടറിയായും ഒരാൾ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇപ്പോ ഒരു സമയത്ത് VHP, ചിലപ്പോ BJP ആവും. ഒറ്റ കുടുംബത്തിലുള്ള ആളുകളാണെന്ന്. 16 കോടി മെമ്പർഷിപ്പ് ഉണ്ട് BJPക്ക്. ഒറ്റ കുടുംബത്തിലെ അംഗങ്ങളാണ്. 16 കോടി മെമ്പർഷിപ്പ് ഉണ്ട് BJPക്ക്. 16 കോടി മെമ്പർഷിപ്പ് ഉള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ഏറെക്കുറെ 52-54ഓളം പോഷക സംഘടനകളുണ്ട്. ആ എല്ലാ സംഘടനകളും ഏതെങ്കിലും ജില്ലയിൽ ഏതെങ്കിലും ഒരു നിലപാട് മുഴുവൻ BJPയുടെ ദേശീയ തലത്തിലുള്ള BJPയുടെ ദേശീയ നിലപാട് ഒറ്റ കാര്യം CBCയുടെ ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം നേരിട്ട് കേട്ട വ്യക്തിയാണ്. ആ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ എന്താണ് ക്രൈസ്തവ സമുദായത്തോടും ന്യൂനപക്ഷങ്ങളോടുമുള്ള പാർട്ടിയുടെ നിലപാട് എന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, BJPയുടെ സമുന്നതനായ നേതാവ്, BJPയുടെ നിലപാട് ഇന്നലെ CBCയുടെ യോഗത്തിൽ കൃത്യമായി ആ പ്രസംഗം ഒന്നെടുത്ത് കേട്ടാൽ മതി. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിന് ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വം പൂർണ്ണമായി അംഗീകരിക്കുന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്, അദ്ദേഹത്തെ സ്വീകരിച്ചത്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കരഘോഷങ്ങളോടുകൂടി സ്വീകരിച്ചത്. ഞാൻ ഉണ്ടായിരുന്ന പരിപാടിയിൽ.